ഹേയ് ഗായ്സ്, മറന്നുപോയോ എന്നെ? അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും നമ്മുടെ വീഡിയോ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നേരത്തെ ഒരു 2-3 ദിവസം മുമ്പ് ഇടേണ്ടതായിരുന്നു. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പനിയായി ഗൈസ്, ഫീവർ അടിച്ചൊരു പരുവമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയത്. എന്തായാലും നമ്മൾ തിരിച്ച് വന്നിരിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഫാം ഹൗസാണ് എന്ന് ഞാൻ പറയത്തില്ല. ആ ഫാം ഹൗസിനകത്തുള്ള ആ ഒരു കൗവിനെ നമുക്ക് വേറൊരു കൗ ഫാമിലേക്ക് മാറ്റാം ഗൈസ്. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഫെൻസാണ് എടുത്തിരിക്കുന്നത്. ഫെൻസ് എടുത്തതിന് ശേഷം ഇതിൻ്റെ മണ്ടയിലായിട്ട് ഒരു 3 ബ്ലോക്ക് ഹൈറ്റിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഇങ്ങനെ ചെയ്യാലോ എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ ഫാം ഹൗസിനകത്തുനിന്ന് ഈ ഒരു കൗകളെ എല്ലാത്തിനെയും എടുത്ത് വേറൊരു കൗ ഫാം പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വളർത്തുക എന്നുള്ളത്. എന്നിട്ട് ഫാം ഹൗസിൻ്റെ അകത്ത് ഈ വെജിറ്റബിൾസ് സാധനങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഫൈൻ, അതും നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഈ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത്. സോ അപ്പോൾ ഞാനിവിടെ മണ്ടയിൽ സ്ലാബ് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. 3 ബ്ലോക്ക് ഹൈയിൽ നമ്മൾ ഫെൻസ് വെക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് സ്ലാബ് വെച്ചിട്ട് ഫുൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ നടുക്കൊക്കെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് ഫെൻസ് എടുത്ത് ഈ നടുക്കായിട്ട് ഇത് ഫുള്ള് ലെങ്ത്ത് 10 ബ്ലോക്ക് ലെങ്ത്തിലായി നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ 5ാമത്തെ ബ്ലോക്കിനകത്ത് ഒരു തൂണ് പോലെ ഒരു സപ്പോർട്ട് അങ്ങനെ ചുമ്മാ ചെയ്യുവാണ് കേസ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സപ്പോർട്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാണ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങളിതൊന്നും വെച്ചിട്ട് ഇതൊന്നും ഉണ്ടാക്കില്ല എന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ദെൻ നമ്മളിത് ഇതുപോലെ ഫുൾ സ്ലാബ് വെച്ചിട്ട് കണക്ട് ചെയ്യുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ ചുമ്മാ ക്രിയേറ്റീവിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വെറുതെ സർവൈവൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ക്രിയേറ്റീവിലാകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ മൈൻഡിലുള്ള പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഈ ഒരു ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലുണ്ടാക്കാം എന്ന് വിചാരിച്ചത്. സോ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുവാണ്, കംപ്ലീറ്റ് എല്ലാ തൂണിലും കണക്റ്റ് ആവുന്ന പോലെ വെച്ച് കൊടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെച്ചതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഫുള്ള് വെച്ച് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്കുള്ളത്. ഇനി ഇതിൻ്റെ മേൽഭാഗത്തായിട്ട് മേൽക്കൂരയായിട്ടൊന്നും ചെയ്യുന്നില്ല, അതിന് പകരം വേറൊരു സംഭവമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്ലോക്ക് ഇതുപോലെ വിട്ടിട്ട് 2ാമത്തെ ബ്ലോക്കിൽ സ്ലാബ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ സ്ലാബ് വെക്കുക, എന്നിട്ട് അത് അപ്പുറത്തും ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് ബാക്കി കംപ്ലീറ്റ് വെക്കുക. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതാ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണിത് കാണാനായിട്ടുള്ളത്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു സംഭവം കൂടെ ചെയ്യാണ്ട് മേൽക്കൂരയിൽ. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റെയർസ് എടുത്തിട്ടുണ്ട്. സ്റ്റെയർസ് എടുത്തതിന് ശേഷം ഇതേപോലെ താഴ്ഭാഗത്തായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. വെച്ച് കൊടുത്താൽ കാണിച്ചു തരാം. ഇതിങ്ങനെ കറക്റ്റ് തിരിച്ചല്ല വെക്കുന്നത്, നേരെയാണ് വെക്കുന്നത്. അതെനിക്കൊരു കൺഫ്യൂഷൻ വന്നായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ തന്നെ വെക്കുക, അതായത് ഇതുപോലെ ഇപ്പുറത്ത് ഈ സൈഡിലും വെച്ച് കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അതൊരു ഡിസൈൻ പോലെ ഉണ്ടാവും ഗൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ അതുകൂടെ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ സാധനം സെറ്റാവും. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഫെൻസ് കാര്യങ്ങളൊക്കെ വെക്കുകയാണ്. ഫെൻസ് അല്ല, ആദ്യം ഞാൻ ഫെൻസ് വെച്ചു, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ നമ്മുടെ ഓക്കിൻ്റെ പ്ലാങ്ക്സ് ഉണ്ടല്ലോ, അതാണ് വെക്കുന്നത്. അങ്ങനെ നമ്മൾ അതുപോലെ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക, ചുമ്മാ ജസ്റ്റ് വെച്ച് കൊടുക്കുക. ഇതൊക്കെ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ. ഓക്കെ ദെൻ നമ്മൾ ഈ സൈഡിലൊക്കെ ഫെൻസ് വെച്ച് ഫുൾ അടയ്ക്കുക. അതങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കിതിനകത്തേക്ക് പശുവിനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചെയ്യാനുള്ള കേട്ടോ. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ പശു. ഞാൻ നേരത്തെ നമ്മുടെ അപ്പുറത്തെ ഫാമിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ബാക്കി എല്ലാത്തിനും ഞാൻ ഡെഡാക്കി, മീൻസ് കൊന്നിട്ട് അതിനകത്ത് നിന്നുള്ള ഇതെടുത്തു. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഇവന്മാരൊക്കെ അയച്ചെടുത്തിട്ട് നേരെ കൂട്ടിക്കൊണ്ടുപോയി കിട്ടാം. പിന്നെ കുറച്ച് ഫ്രണ്ടിലൊക്കെ ഫെൻസ് വെച്ചു കിട്ടാം. അപ്പോൾ കുറച്ചുകൂടെ രസമുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ കൂടിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക്. ഇനി ഇവന്മാർ ഇച്ചിരി പാടാണ് ഇതിലേക്കൂടെ കയറി വരാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൊട്ടിച്ചാണ് ഞാൻ കേട്ടോ. ഓക്കെ ഫൈൻ, ദെൻ നമുക്ക് അവന്മാർ 3 പേരുകൾ ഒരുമിച്ച് കയറാൻ നോക്കുകയാണ്. സോ ഓരോരുത്തർ കയറുക മാൻ. ഓക്കെ, ഒരാളിവിടെ ഉണ്ട്, വേഗം കയറി വരും മാൻ ഗൈസെന്ന്. ഓക്കെ, അപ്പോൾ അവനെ കൂടെ നമുക്ക് അകത്തോട്ട് വലിക്കാം. വായോ, ഒന്ന് പെട്ടെന്ന് വരൂ പ്ലീസ്. ഓക്കെ, വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ ഒരു ഗേറ്റ് വെച്ച് കൊടുക്കുമ്പോൾ സെറ്റ്. ഇനി നമുക്ക് ഇവന്മാരുടെ കഴുത്തിലുള്ള കയറൊക്കെ അഴിച്ചു മാറ്റാം. അത്രയും വലിയ ഫാം ഹൗസിനകത്ത് കിടന്നവന്മാരായതുകൊണ്ടാണ് ഇത്രയും വലിയ കൂടി ഇവർക്ക് വേണ്ടി പണിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവർക്ക് ആ ഒരു ദരിദ്രം ഫീൽ ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ടാണ്.
അപ്പോൾ അങ്ങനെ നമ്മൾ അത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നിറയെ ഒരുപാട് ഇതിനെ ആക്കണം. പിന്നെ ഫാം ഹൗസിനകത്ത് നമ്മളിപ്പോൾ വെജിറ്റബിൾസും അതും ഇതൊക്കെയാണ് വെക്കുന്നത് ഗൈസ്. ഞാൻ ഇത് ഗേറ്റ് അടിച്ചപ്പോൾ ഇതിന് ഓടി വന്നതാണ്, പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഫാം ഹൗസിനകത്ത് ഇനി സാധനങ്ങളൊക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ ഇനി വരുന്നുണ്ട്. സോ ടച്ചൊക്കെ വിട്ടുപോയെന്ന് അറിയാം, എങ്കിലും നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.